ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ ആരംഭിക്കാം. നമ്മളിപ്പോ ആദ്യത്തെ ഒരു ടോപ്പിക് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ലോഡ് സ്റ്റേബിൾ എന്താണെന്ന് അറിയാതെ ലോഡ് സപ്പറിലോട്ട് നമ്മൾ പോയിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അത് തുച്ഛലായി കഴിയും. അതിനകത്ത് ഇനി നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. എന്താ പറയാ, ഇന്ന് ഈ ലോകത്ത് ഈ ലോഡ് സ്റ്റേബിൾ എന്താണെന്ന് അറിയാതെ ഈ ഞായറാഴ്ച ദിവസം ആയിക്കോട്ടെ നമ്മൾ പോയി ദൈവത്തെ ആരാധിക്കുന്നത്, ആ ആരാധന സത്യം പറഞ്ഞാൽ ദൈവസന്നിധിയിൽ യോഗ്യമായിട്ടല്ല എത്തുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പല പ്രയാസങ്ങളും ഇന്ന് വിശ്വാസ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്നതിന്റെ കാര്യം. അത് വളരെ വ്യക്തമായിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ സെക്ഷൻ തിരിച്ചു. അപ്പൊ ഈ ലോഡ് സപ്പർ, അപ്പം ഈ ലോഡ് സ്റ്റേബിളിന്റെ ഈ കാര്യം അറിയാതെ പോകുന്നവർക്ക് ലോഡ് സപ്പറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവരെന്തുകൊണ്ടാണ് പിന്നെ അത് നിലനിന്ന് പോകുന്നതിന്റെ കാര്യം? പിന്നെയും നിലനിന്ന് പോകുന്ന വിശ്വാസികൾ ഇങ്ങനെ തെറ്റായിട്ട് ചെയ്തിട്ടും വീണ്ടും അങ്ങനെ കടന്നു പോകാനുള്ള കാരണം എന്താണെന്നോ അല്ല ചോദിക്കേണ്ട അർത്ഥം? അതെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ലോഡ് സപ്പറിലോട്ട് പോകുമ്പോഴത്തേ നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്തത് ഇവർക്ക് രോഗികളാവുന്നു, ബലഹീനരാകുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് തന്നെ ഇവർക്ക് ആ റിയലൈസിങ് എന്തുകൊണ്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരാത്തതിന്റെ കാര്യം? റിച്വൽ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാൻ അതിൻ്റെതായ കാര്യം ഇപ്പൊ ഞാൻ തന്നെ എൻ്റെതായ ഒരു അനുഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ആയിരിക്കുന്ന ഒരു തത്വ സംഹിതയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന്റെ ഒരു മനോഭാവമാണ് എന്നെ ആ സമൂഹ മനോഭാവത്തിൽ തുടർമാനമായിട്ട് പോകാൻ ഇടയാക്കുന്നത്. അർത്ഥാൽ ഇപ്പോ ഞാൻ വീണ്ടും പഴയ കാര്യം ഒന്ന് ഓർക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയായിരുന്നു. അവിടെ യേശുക്രിസ്തു ഒരു മതം ഉണ്ടാക്കി എന്നുള്ളതായ വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മതത്തെ സ്ഥാപിച്ച വ്യക്തിയാണെന്നാണ്. ഈ മതപ്രകാരം ജീവിക്കാൻ തക്കവണ്ണം മതം ക്രിസ്തു സ്ഥാപിച്ചാണെന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു സകല മതങ്ങളും തൻ്റെ മതങ്ങൾ മൂലം ദൈവം എന്താണോ നല്ല മനസ്സാക്ഷിലൂടെ കൊടുത്താൽ നല്ല മതങ്ങളിലൂടെ എന്താണോ ദൈവം ഉദ്ദേശിച്ചത് അത് മനുഷ്യർക്ക് ചെയ്യാൻ തക്കവണ്ണം പറ്റാതെ വന്നപ്പോൾ ക്രിസ്തു കടന്നു വന്നതെല്ലാം നിവൃത്തീകരിച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ക്രിസ്തു ഒരളവിൽ താൻ പറയണ്ടായിരുന്നു, അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മതമായിരുന്നു യഹൂദ മതം. ആ യഹൂദ മതത്തിന് കൊടുത്തതായ കൽപ്പനകളുണ്ട്, ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് നിവൃത്തീകരിക്കുക എന്നുള്ളതാണ് യഹൂദ മതത്തിൻ്റെതായ പരമലക്ഷ്യം. അത് ചെയ്ത് നിവൃത്തീകരിക്കുന്നവന് ആദാം മുതൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിന് ലഭിക്കും എന്നുള്ളതാണ്. തേജസ് മാത്രമൊന്നുമില്ല, ആദാം പാപം ചെയ്തപ്പോൾ 3 കാര്യം നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാം. ഒന്ന്, ആ ആദാമിന് ദൈവത്തിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ നമ്മൾ കുറച്ചു മുമ്പേ സംസാരിച്ച അതേ കമ്മ്യൂൺ അത് തന്നെയാണ്, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ് നഷ്ടപ്പെട്ടത്. അത് തന്നെ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, അപ്പോ ഈ നഷ്ടപ്പെട്ടു പോയതായ ആ കാര്യങ്ങളല്ല, ഇപ്പൊ ഞാൻ പറയല്ലോ, യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഈ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും നേടി തന്നു കഴിഞ്ഞു. വിശ്വാസത്താൽ നമുക്കത് കിട്ടി. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടവര്, ഈ രക്ഷിക്കപ്പെട്ടവരെ അവിടെയാണ് കർത്താവിന്റെ അത്താഴത്തിലാണ് ഇത് നമ്മൾ പ്രസ്താവിക്കുകയും നമ്മൾ വീണ്ടും ഓർക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഓർക്കാൻ തക്കമുള്ളതായ ജീവിതത്തെയാണ് 10-ാം അധ്യായം 1-10 അധ്യായം കാണിക്കുന്നത്. ഈ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ, നല്ലൊരു ക്രിസ്ത്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഓർമ്മയെ നമ്മൾ പ്രസ്താവിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ല എങ്കിൽ അയോഗ്യമായി ഈ അപ്പവും വീടിനും പങ്കാളിയായി കർത്താവിന്റെ അപ്പത്തെ കാണിക്കുന്നത് അതിന്റെ അർത്ഥമുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ന്യായപ്രമാണം നിവൃത്തീകരിച്ചതായ ആ പ്രവർത്തനന്റെ ശരീരം കൊണ്ട് നടത്തിയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നിവൃത്തീകരണം തന്റെ ആ ശരീരം കൊണ്ട് നിവൃത്തീകരിച്ചതിന് ശേഷം ആ ആത്മാവ് ഏതാണ് നിത്യജീവൻ അല്ലെങ്കിൽ നിത്യ ആത്മാവിൽ ചിന്തിതായ രക്തമാണ് നമ്മൾക്ക് ശുദ്ധ മനസ്സാക്ഷി നൽകി ദൈവത്തെ ആരാധിക്കാൻ തക്ക ഇടയാകുന്നത്. അത് അവിടെ നമ്മൾ കാണുകയാണ്. ആ പാനപാത്രം അവിടെ കാണിക്കുന്നത് എനിക്ക് ഇന്ന് ദൈവത്തെ ശുദ്ധ മനസ്സാക്ഷി ആരാധിക്കാൻ തക്ക ഇടയാകുന്നത് കോലാട്ടുകൊട്ടന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടുകൊട്ടന്മാരുടെയോ മൃഗത്തിൻ്റെതായ ആ ചോരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും പാവത്തിന്റെ ബോധം ഉണ്ടാകുകയാണ്. എന്നാൽ നിത്യ ആത്മാവിൽ ചിന്തിയതായ ക്രിസ്തുവിന്റെ രക്തത്താൽ
നമ്മൾക്ക് പിന്നെ പാപബോധം ഇല്ലാണ്ട് വരും. എന്നുവെച്ചാൽ പ്രമാണം മാറി ഇനി ഒരിക്കലും പ്രമാണബോധം നമുക്ക് ശിക്ഷയില്ല ആത്മാർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു മനസാക്ഷിയിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെയാണ് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം അപ്പം കാണിക്കുന്നത് കർത്താവ് ന്യായപ്രമാണം നിവർത്തിക്കേണ്ട സത്യത്തെ അവിടെ നമ്മൾ ഓർക്കുകയാണ്. അത് നമ്മൾ ഓർക്കണത്. എന്റെ രക്ഷ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ നിവർത്തീകരണത്തിലാണെന്നുള്ള കാര്യം ആരാധനയിൽ ഈ അത്താഴം കൊണ്ട് ഓർക്കണം. മരണത്തെ കൊണ്ട് അത് അണ്ടി മാത്രം മരണം എന്റെ മരണത്തെ പ്രസ്താവിക്കണം. ഇവിടെ എന്റെ പാപത്തിന് ശമ്പളം വന്ന മരണം, അത് കർത്താവ് മാറ്റുന്ന ഞാൻ ഓർക്കണത്. കർത്താവ് മരിക്കണമെന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇന്ന് കർത്താവിന്റെ മരണ ശുശ്രൂഷയാണോ ആരാധന എന്ന് പറയുന്നത്? അതെ, പലപ്പോഴും പലരും ചിന്തിക്കുന്നത് മരണ ശുശ്രൂഷ എന്നുള്ള രീതിയിലാണ്. കർത്താവ് മരിച്ചതിന്റെ ഓർമ്മ, മരിച്ചു കഴിഞ്ഞിട്ട് ഓർമ്മ ദിവസം ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ദിവസം കാണും. കാണില്ലേ? അതെ അതെ, അതേപോലെയായിട്ടാണ് അത് കാണുന്നത്. ഇത് എന്റെ മരണത്തെ ഞാൻ ഓർക്കുകയാണ് ക്രിസ്തുവിന്റെ മരണത്തില്. അല്ല, അതെങ്ങനെ നമുക്കിപ്പോ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ നമ്മൾ ലോർഡ്സ് ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു അർത്ഥമുണ്ട്. നമുക്ക് ഈ കർത്താവിനെ നമുക്ക് വേണ്ടി രക്ഷിതാവും രക്ഷിച്ചതും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ഇത് രണ്ടും കൂടെ ഒത്തുചേരുമ്പോഴാണ് ലോർഡ്സ് ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ലോർഡ്സ് അപ്പറിലോട്ട് വരുമ്പോഴത്തേന് ഈ കാര്യത്തിന്റെ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ലോർഡ്സ് അപ്പറിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇത് കണക്റ്റഡായി, കാരണം എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ രണ്ടുകൂടെ അതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കർത്താവായിട്ട് ഏകീഭവിച്ചു. അല്ല, ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വ ജീവിതം ആദ്യം 10,000 പെടുത്തുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ ഇവിടെ തോന്നിവാസം ജീവിക്കാനില്ല. അങ്ങനെ ജീവിച്ചവനൊന്നും 10,000 അല്ലെങ്കിൽ മരണത്തെ പ്രസാദിക്കാൻ പറ്റില്ല. അവൻ ഈ ലോകത്തിൽ വെച്ചിട്ട് തോന്നിവാസം ജീവിക്കാനല്ല അവൻ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ താന്താങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ള ഉത്തരവെന്നാ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ആലയമാവുന്നു, ആലയത്തിൽ നിങ്ങൾ ദുഷിക്കരുതെന്ന് പറയുന്നത്. നമ്മളുടെ അല്ല. ഇപ്പോ രക്ഷിക്കപ്പെട്ടവൻ അവൻ യഥാർത്ഥമായിട്ട് പൗലോസ് പറഞ്ഞില്ലേ, ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചിരിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഇത് പൗലോസ് അപ്പോസ്തലന് മാത്രമുള്ള അവസ്ഥയല്ല, എല്ലാ വിശ്വാസികൾക്കും ഉള്ള അവസ്ഥ താൻ തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തന്റെ കാര്യം കൂടി പറയേണ്ട ആവശ്യമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇത് എന്താ പറയാ, ഈ വീഞ്ഞും അപ്പവും പല അവസ്ഥയിൽ അത് റിച്വലായിട്ടൊക്കെ കാണുന്നതിലല്ല ഇരിക്കുന്നത്. നമ്മുടെ വിശുദ്ധമായിട്ടുള്ള ജീവിതം ഇല്ലാതെ ഇതൊന്നും അറിയാൻ പറ്റില്ല. അതാണ് ഇതെന്താണെന്നറിയാമോ? ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറയുമ്പോ അയ്യോ ഇയാളെന്താ പഠിപ്പിക്കണത്, ഞങ്ങൾ വെറുതെ വീണ്ടും മാത്രോട്ട് നിൽക്കുകയാണോ, ഞങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഞാൻ കർത്താവോട് കഷ്ടം സഹിക്കുക എന്നുള്ളതാണ് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തനം പറഞ്ഞപ്പെട്ടില്ല. വയങ്കോട്ട് കളയങ്ങോട് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാണിക്കണമെന്ന് പറഞ്ഞപ്പെട്ടില്ല. ഇവിടെ ഉത്തരവാദിത്വം കർത്താവ് നേടിയില്ലേ, ഇനി നമുക്ക് എന്തിനാ അത് വിശ്വസിച്ചപ്പോ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ രക്ഷിക്കപ്പെട്ടവൻ ഓട്ടക്കളത്തിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്നുകൊണ്ടുള്ള ഓട്ടമാണ്. അവന്റെ ഉത്തരം അനുഭവം തൊക്കെയുള്ള ഓട്ടമാണ്. അതിനുവേണ്ടി ഭയത്തോടും വിറയലും കൂടി നമ്മൾ ഓട്ടം എന്ന് പറയണേ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറയുന്നത്. ഈ ഭയത്തോടും വിറയലും കൂടി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്ത്യ ജീവിതം എന്ന കാര്യം ഇന്നും പഠിപ്പിക്കുന്നില്ല. പഠിച്ചാൽ തന്നെ മനസ്സിലാകുന്നില്ല. അതിന് വേറെ വിധത്തിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കിയാണ്. അതായത് കർത്താവിനോട് ജീവിക്കുക എന്ന് പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നതിലാണ് ഇരിക്കുന്നത്. അതാണ് വരം. വരം. ഈ വരം എന്തിനാണ് ഇരിക്കുന്നത്? ഈ ഓപ്പൺ ആയിട്ട് പറയാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കർത്താവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ ക്യാൻവാസിംഗ് ആണ് നടത്തുന്നത്. കഷ്ടം അനുഭവിക്കാമെന്നുള്ളത് പറയാൻ മടിയാണ്. ആളുകളെ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുമ്പോഴത്തേന് ഇപ്പൊ ചോക്ലേറ്റ് തീർച്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് കർത്താവിന്റെ മേശ. നിങ്ങളുടെ കടപ്പാട് മാറും, നിങ്ങളുടെ കടക്കണികൾ മാറും, നിങ്ങളുടെ രോഗം മാറും, ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കണം. അവര് സത്യം പറഞ്ഞ ഈ ആരാധനയ്ക്ക് വരുന്നത് പോലും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ കുർബാന കണ്ടുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ പന്തത്തില് ഇത് കണ്ടുകൊണ്ടിരുന്നറിയാമോ? ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് പോയി കാണുകയാണ്. സത്യം പറഞ്ഞാൽ പലരും ഈ ആരാധന എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി, ഏത് ഭൗമിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ആരാധന. പ്രശ്നമില്ല. ഈ കർത്തൃമേശ എടുക്കുന്ന അതിപ്പം സമുദായം മാത്രമല്ല, പല വിശ്വാസികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ശരീരം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹം ഉണ്ടാകും. അത് അല്ലാണ്ട് എന്റെ ഉത്തരവാദിത്വം ഞാൻ പുതുക്കിയെന്നല്ല. എന്റെ ഉത്തരവാദിത്തം ഞാൻ പുതുക്കിയെന്നല്ല. അതാണ്. അതിന്റെ ചില അടിപൊളി ഉണ്ടാകുന്നത്. എന്റെ മേശയിൽ പങ്കാളില്ല, എന്നെ പുറത്താക്കി. എവിടാ ഇവന്റെ ഉത്തരവാദിത്വം ഇവരെടുത്തിരുന്ന. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. ഞാനൊരു 5 കിലോ ഉള്ള ഒരു ഭാരം റോഷന്റെ മേലിൽ വെച്ചിട്ടാണ്. റോഷൻ അത് എപ്പോഴും കൊണ്ട് നടക്കുകയാണെങ്കിൽ
പക്ഷേ അയ്യോ എനിക്ക് ആ കിലോ ഭാരം തന്നില്ലെന്ന് പറയോ? ഒഴിയാനേ നോക്കുള്ളൂ. കർത്താവ് പറഞ്ഞറിയാമോ? നിന്റെ ക്രൂശ് എടുത്ത് വരാനാ പറഞ്ഞേക്കണേ, അല്ലാണ്ട് ക്രൂശ് മാറിയിട്ടില്ല. ഇതൊക്കെ മറന്നു പോകുന്നു. നിന്റെ ക്രൂശ് എടുത്ത പിന്നാലെ പറയാവുന്നത്. ഇതൊക്കെ നമ്മൾ ക്രിസ്ത്യാനിത്തിന്റെ എല്ലാം ഇതെല്ലാം മാറ്റിക്കളഞ്ഞ് ചടങ്ങാക്കിയിട്ട് ഇന്ന് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ ആൾക്കാർ വന്നില്ല. അപ്പൊ എണ്ണം പോകും, സ്വത്ര കാഴ്ച ഇല്ലാണ്ട് വരും. ആ സഭയിലത്തെ വലിയ ആൾക്ക് അവിടെ പ്രസംഗിക്കാൻ തക്കവണ്ണ എണ്ണമില്ല. ചിലർ പറഞ്ഞിട്ടില്ലേ, ഇവർ രണ്ടു മൂന്ന് പേരോട് എന്ത് പ്രസംഗിക്കാനാണ്? കർത്താവ് താൻ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ എല്ലാം ആക്കി കഴിഞ്ഞു ഇല്ലേ? താൻ കുരിശിന്മേൽ കിടക്കാൻ നേരത്ത് ആ കുരിശിന്റെ അടിവാരത്തേക്ക് എത്ര പേരുണ്ടായിരുന്നു? കുറച്ച് 10 ഒരെണ്ണം, ഒരാൾ ഒരാൾ, യോഹന്ന മാത്രം. പഠിപ്പല്ലേ? യോഹന്ന മാത്രം ഉണ്ടായിരുന്നുള്ളൂ. താൻ ഉയർത്തെഴുന്നേറ്റ് എപ്പോഴും തന്റെ ശിഷ്യന്മാർ തിരിച്ചു വീണ്ടും അവരുടെ പരിപാടിക്ക് പോകാൻ. അവിടെ ചെന്ന് കർത്താവ് വിളിച്ചിരുന്ന കർത്താവ്. എന്നിട്ട് അന്നേരം 15 പേരെ ഉണ്ടാകണത്. പിന്നെ പൗലോസ് പിന്നെയാണ് വന്നത്. ഇവരെ കൊണ്ട് ലോകത്തെ താൻ തകിടം മറിച്ചു. തന്റെ ഐഹികതല്ലേ ചെയ്തില്ല അത്. അപ്പൊ നോക്കണം, താൻ ഇതേക്ക് 70 പേരുണ്ടായിരുന്നു എനിക്ക് ശിഷ്യന്മാരായിട്ട്. താൻ എന്റെ രക്തം നിങ്ങൾ കുടിക്കണം, എന്റെ മാംസം തിന്നണം എന്നൊക്കെ പറഞ്ഞപ്പോ അവർ പെട്ടെന്നും രക്തമൊക്കെ അത് അക്ഷരത്തിൽ എടുത്തു. കർത്താവ് പറയുന്നുണ്ട് എന്റെ രക്തവും ഒന്നും അല്ലാതെ വചനപത്രം എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ ടോപ്പിക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞപ്പോഴല്ലേ ഇവരെല്ലാം അയ്യോ കഠിനമാക്കുന്ന പറഞ്ഞ് വിട്ടുപോയി. 12 പേര് ശേഷം കർത്താവ് ഉടനെ നടക്കുകയാണ്. ഇവര് പുറകെ വന്നി നിങ്ങൾക്ക് പോന്ന് പറഞ്ഞ് നിങ്ങൾ പത്രോസാ പറയുന്നത്, ഞങ്ങൾ എവിടെ പോകുന്ന ആളാ? നിന്നിൽ എത്ര ജീവനിലെ വചനം. ജീവന്റെ വചനം അന്വേഷിക്കുന്നവർ മാത്രമേ ഉള്ളൂ ഇന്ന് രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നവര്. പൂർണ്ണമായ ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ ലഭിക്കണമെങ്കിൽ ജീവന്റെ വചനം അന്വേഷിക്കണം. രക്ഷിക്കപ്പെടാൻ മാത്രമുള്ളതായ റോമലേഖനം 10 അതുപോലും അറിയില്ലെന്ന് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടുള്ളൂ. അത് മാത്രത്തിൽ ആശ്രയിച്ചിരിക്കുക. വീണ്ടും ക്രിസ്തു ജീവിതത്തിൻ്റെതായ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആളില്ല. ഇത് കഠിനമാക്കുന്നു പറയും. എല്ലാം ആദ്യം തന്നെ പഠിപ്പിച്ചു ഞങ്ങള് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ്? നമ്മളുടെ ക്രിസ്തു ജീവിതത്തിന് ഉത്തരവും നമ്മൾ ഓട്ടക്കളത്തിലാണെന്നുള്ള കാര്യം അറിയുന്നില്ല. മുമ്പേ അവൻ ഓടിയിരിക്കുന്നു. ഓട്ടക്കളത്തിലാണ് നമ്മൾ. എന്തിനാ? പുത്തന്റെ രൂപത്തിൽ അനുഭവം തക്കവണ്ണം നഷ്ടപ്പെട്ട ദേശം കിട്ടി, അതിൽ മാത്രം താനും രക്ഷിക്കപ്പെടും. എന്നാൽ ഈ ജീവിതം മരം പുല്ല് വഹിക്കുകയാണെങ്കിൽ കത്തിപ്പോകും. എന്നാൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ലുള്ളതായ ഒരു വചനപ്രകാരം ജീവിതമാണെങ്കിൽ അവന് പ്രശംസയുണ്ട്. വീണ്ടും ദേശം ലഭിച്ചിട്ട് അവന്റെ രൂപത്തിലുള്ള അനുഭവം തക്കവണ്ണയാവുന്നു. അതാണ് പൗലോസ് അവസരം പറയുന്നത്. തന്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കല്ല. എങ്ങനെയാണ്? ഞാൻ വിശ്വാസം കാത്തു ഓട്ടം തേച്ചു നല്ല പോർ പൊരുതു. അപ്പൊ അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ സൗജന്യമായ രക്ഷയില്ലത്. അതെ. അല്ല, അവൻ സത്യം പറഞ്ഞാൽ നമ്മള് കർത്തൃമേശ ആചരിക്കുന്നത് ഈ ഓട്ടക്കളത്തിൽ ജയിക്കാൻ വേണ്ടിട്ടല്ലേ? ഓട്ടക്കളത്തിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അല്ലേ? സോറി, ജയിക്കാൻ വേണ്ടി ലക്ഷ്യത്തിലെത്താൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തൊരു ഓടി, എന്തോരം ഒരാഴ്ചയിൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കിരീടം 4 കിരീടം കാണുന്നുണ്ട്. അത് നമ്മളിവിടെ കാണും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കർത്താവിനോട് കഷ്ടം എന്തോ ദേശം നേടി. തേജസ്സാണ് തിരുവോട് എന്ന് പറഞ്ഞിട്ടാ. അത് പല അവസ്ഥകളിൽ തേജസ്സാണ്. അതാണ് 5 കിരീടം എന്നൊക്കെ പറയുന്നത്. പോട്ടെ, ആ ഭാഗത്തോട് വേറെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ള ടൈം വേണ്ടി ചിന്തിക്കാം. ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് എനിക്ക് ആരാധിക്കാൻ നേരത്ത് കഴിഞ്ഞ ആഴ്ച കർത്താവിനോട് കഷ്ടം സഹിച്ചിട്ട് എന്തോ ദേശം നേടി. അത് കർത്താവ് കാണേണ്ട കിരീടമായിട്ട് ഞാൻ ആരാധിക്കാൻ നേരത്ത് അതാണ് അവിടെ കൊണ്ട് വെക്കണത്. അല്ലാണ്ട് അവിടെ കൊണ്ട് അല്ലൂരി പറഞ്ഞിട്ട് പാട്ടും പാടി വലിയ സ്തോത്രമൊക്കെ ചെയ്തിട്ട് അതൊന്നും ദൈവം കാണുന്നില്ല. നീ കഴിഞ്ഞ ആഴ്ച എനിക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് എന്തോ വീണ്ടും ദേശം ലഭിച്ചു. അതിനായിട്ടുള്ള നിനക്ക് ഞാൻ വരം തന്നത്. കഷ്ടം സഹിക്കാണ് വരം തന്നിരിക്കുകയാണ്. ആ വരം നീ എത്രത്തോളം എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് അത് നേടേണ്ടത് നേടി. നിന്റെ ഈ ലോക ജീവിതത്തിലായിരുന്നാലും ഈ കഷ്ടം എന്തുമാത്രം സഹിച്ചു. വേറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എഫ്സിയുടെ 2-ന്റെ 7, 8, 9, 10 വായിച്ച. അല്ല, 8, 9, 10 വായിച്ചു. ലേഖനം 2-ന്റെ 8, 9, 10. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. താഴെ വായിക്കുന്നു.
നാം അവന്റെ കൈപ്പണിയായ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? എല്ലാം ആയെന്ന് പറയണോ? സൽപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൽപ്രവൃത്തി ചെയ്യുന്നതാണ് അവരോട് കഷ്ടം സഹിക്കുന്നു പറയുന്നത്. ഇതിന്റെ കൂടെ സൽപ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പ് സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. സൽപ്രവൃത്തി എന്താക്കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി എന്താന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തി എന്താക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഒന്നത് പരീക്ഷന്മാരും അല്ലെങ്കിൽ നല്ല ശിഷ്യന്മാരും. ആ പിതാവ് അയച്ചവന് വിശ്വസിക്കുന്നത് അത്രേ സൽക്കാരണം. അപ്പൊ രക്ഷിക്കപ്പെടാത്ത കൊണ്ടം ക്രിസ്തു വിശ്വസിക്കാൻ അത്രയല്ല. രക്ഷിക്കപ്പെട്ടവർ വീണ്ടും നേഴ്സ് പ്രാപിക്കാൻ തക്കവണ്ണമുള്ള സൽപ്രവൃത്തിക്കായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. അതാണ് ഓട്ടക്കളത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ സൽപ്രവൃത്തി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അവനോട് കഷ്ടം സഹിക്കാന്ന് പറയുന്നത്. അതാണ് ഭയത്തോടും വിറയലോടുള്ളതായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. ഏത് രക്ഷയ്ക്ക് വേണ്ടി? കർത്താവ് സൗജന്യമായിട്ട് നൽകിയതായ തേജസ്സല്ല, കഷ്ടം സഹിച്ച് വീണ്ടും നേടുന്ന തേജസ്സാണ് നമ്മൾ ഭയത്തോടും വിറയലും കൂടി രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ബൈബിൾ പ്രകാരം അത് വേണ്ട വിധത്തിൽ വ്യാഖ്യാനിച്ച ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കൊരിന്ത്യയിലേക്ക് വരുമ്പത്തേന് ഈ അത്താഴത്തോടെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ പറയുന്നത് ഈ അത്താഴം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അത്താഴം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. ശരി, ഈ അത്താഴം കഴിക്കാന്ന് പറയുമ്പോ അവിടെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അതായത് അതെ അല്ലേ, മരണത്തെ പ്രസ്താവിക്കുകയല്ലേ? അതെ, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് നമ്മൾ, അല്ലേ? അതെ. ഈ മരണത്തിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് വേണ്ടി രക്ഷ ഒരുക്കിയതായ മരണം, നമ്മുടെ പാവത്തിന് ശമ്പളമാകുന്ന മരണം കർത്താവ് സഹിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ഈ മരണത്തെ നമ്മൾ പ്രസ്താവിക്കാൻ നേരത്ത് അത് പ്രസ്താവിക്കേണ്ടതായ മരണമാണ്. നമ്മൾ രക്ഷയെ നമ്മൾ ഒരുക്കൂടി അവിടെ നമുക്ക് ഒരു കാര്യം പറയാൻ തൊക്കെ പറ്റും. നമ്മുടെ രക്ഷയുള്ളതായ ബന്ധത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ആരാധനത്തെ നമ്മൾ ഓർക്കുകയില്ല, അല്ലേ? നമ്മൾ എന്തെല്ലാം കർത്താവിന്റെ പങ്കപ്പാട് എല്ലാം നമ്മൾ ഓർക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ കർത്താവ് ഇത്രത്തോളം പങ്കപ്പാട് കഴിച്ച ശേഷം ഒരു വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയർ 3-ന്റെ എത്രാം വാക്യത്തിലാണ് പൗലോസ് പറയുന്നത്? അവന്റെ കഷ്ടങ്ങളിൽ ഞാൻ പങ്കാളിയാകാതക്കോണം ഞാൻ പിടിച്ചു വന്നു. അതിന്റെ എത്രാം വാക്യത്തോട്ട് വായിച്ചത്? 3-ന്റെ എത്ര? ഞാൻ എഴുതുന്ന പേപ്പർ അല്ല. 3-ന്റെ ഞാൻ പൂർണ്ണമായെന്നോ അവന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാവാൻ തക്കവണ്ണം ഞാൻ അവിടെ നിന്നോട് വായിച്ചേ. ജലത്താൽ ആശ്രയിക്കാൻ മറ്റുള്ളവർ ഫിലിപ്പിയർ 3-ന്റെ അവന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞാനത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റോഷനത് എടുക്കാൻ പറ്റുമെങ്കിൽ 3-ന്റെ 12-ാം വാക്യമാണ് ലഭിച്ച പിടിക്കപ്പെട്ടു. അതിന്റെ മുകളിലാണ് അവന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മയും ഇതാണ് അപ്പത്തിൽ അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആണ് അവന്റെ അപ്പത്തിന്റെ നിങ്ങൾ ഭാഗം ചെയ്യുന്നതായ ആ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ആ കഷ്ടങ്ങളുടെ കൂട്ടായ്മയാണ് അവിടെ കാണിക്കുന്നത്. കണ്ട, ഇവിടെയും പറയുന്നുണ്ട് പൗലോസ്. ഈ കൂട്ടായ്മയാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്ന കൂട്ടായ്മ. അത് അവിടെ പ്രത്യക്ഷമായിട്ട് സിംബോളിക്കായിട്ട് കാണിക്കുന്നതാണ് ആരാധനയുള്ള ബന്ധത്തിൽ. നമ്മൾ മേശയുടെ കാര്യത്തെ പറ്റി ചിന്തിച്ചില്ലേ അവിടെ? അപ്പോ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അത് സഹിക്കാൻ തക്ക വരം ലഭിച്ചിരിക്കുകയാണത്. ഈ വരം നമ്മൾ വേണ്ടതിന് ഉപയോഗിക്കുമ്പോഴാണ് അതാണ് ശരി. യഥാർത്ഥ ഒരു ക്രിസ്ത്യ നയിക്കാൻ നേരത്തെ അവന് ലോകത്തിൽ കഷ്ടമുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പലരും പറയുന്നത് എനിക്ക് നന്മകൾ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും. നമ്മളെ തന്നെ നമ്മളൊന്ന് നോക്കണം. നമ്മൾക്ക് ഒരു കഷ്ടം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നമ്മൾക്ക് കഷ്ടം പല രണ്ടു വിധത്തിൽ കഷ്ടം വരും. നമ്മ ചെയ്ത് തെറ്റിന്റെ അടിസ്ഥാന കഷ്ടം. ദൈവം നമ്മൾക്ക് കഷ്ടങ്ങളിൽ പോകാൻ അവസരം നൽകും. എന്തിനാണെന്ന് അറിയാമോ? അത് നമ്മൾ കൂടുതലായിട്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാളോട് ഇപ്പൊ പറയണം, റോഷൻ ഇപ്പോ യാത്ര ചെയ്യാൻ നേരത്തോ നല്ലൊരു കൂട്ടുകാരനുണ്ട്, അവരോട് സുവിശേഷം പറയുമ്പോ ഉണ്ടല്ലോ റോഷനോട് നമ്മളോട് ബന്ധം പോകണം, ഇവനത് ഇങ്ങനെ മതം പറയണം.
നമ്മൾ അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നാം പറയേണ്ട കാര്യം നാം പറയേണ്ടതാണത്. ഇത് നമ്മൾ തക്ക സമയത്ത് അതിന്റെ അവസരം എല്ലാം കണ്ടിട്ട് അവനോട് പറയണം. പറയുമ്പോൾ ചിലപ്പോ അവന്റെ മുഷിപ്പ് അല്പം നമ്മൾ നേടേണ്ടി വരും. ആ മുഷിപ്പ് നേടാൻ നേരത്ത് നമ്മളൊരു കഷ്ടത സഹിക്കില്ല. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ മിക്ക ആഴ്ചകൾ എല്ലാ ആഴ്ചകളും ഞങ്ങൾ സുവിശേഷകരൊക്കെ സഭയായിട്ട് കടന്നു പോകുന്നുണ്ട്. ഓരോരുത്തരും നമ്മെ അവിടെ ചെല്ലാൻ നേരത്ത് പറയണ ചീത്തയും അവഹേളനവും കേട്ട് കഴിഞ്ഞിട്ടില്ല നമ്മ എന്തിനു നടക്കണമെന്ന് വിചാരിക്കും. ഞാനാ നടക്കണത്, കർത്താവ് നടക്കണത് എന്നിൽ കൂടെ. മുട്ടിയാണ്, എടാ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, ചിരിക്കുന്നില്ലയോ? ഇപ്പൊ കെഞ്ചിയാണ്. ഇനി അവൻ രാജാവായിട്ട് വരുമ്പോഴാണ് അന്ന് മുട്ടുമടക്കും. ഇപ്പൊ ബൈബിൾ കൊടുത്തിട്ടുണ്ട് ഫിലിപ്പിലേഖനത്തിൽ, സകല മുഴങ്കാലും ആണ്. ദൈവനാമത്തിനായിട്ട് അവൻ കർത്താവിനെ ഏറ്റു പറയും. ഇപ്പോൾ കർത്താവിനെ ഏറ്റു പറയാത്തവൻ പറയും, പക്ഷെ നരകത്തിലോട്ട് പോകാനാ അപ്പുറത്ത്. സമ്മതിക്കാണ്ടിരിക്കണ്ട. അന്ന് വേറെ ആരും ഉണ്ടാവുന്ന വ്യക്തമുണ്ടോ? എടാ ഞാൻ ചെയ്യാൻ തക്കൊണ്ട് പറ്റാത്ത അവനിക്ക് വേണ്ടി സഹിച്ചു, ഞാൻ സഹിക്കട്ടെ, നരകം അനുഭവിച്ചു, അത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല, അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ പോവുക. അവർ താൻ തന്നെ പറയും കർത്താവ് യേശു കർത്താവാണെന്ന്. പക്ഷെ പറയേണ്ട ടൈമിന് പറഞ്ഞില്ല, അവസരം പ്രയോജനപ്പെടുത്തില്ല. അപ്പോ ലോകത്തോട് നമ്മൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞാൻ മാത്രമൊന്നുമില്ല, കിടക്കണം എല്ലാവരും. ഓരോ വീട്ടിൽ ചില ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അവർ കേൾക്കുകയും ചെയ്യും. പ്രതികരണം എന്താണെന്ന് നമ്മൾ അറിയാൻ പറ്റുന്നില്ല. അവർ കേൾക്കാറുണ്ട്. ചിലവർ അടുപ്പിക്കില്ല. അതൊരു തരത്തിലൊരു കഷ്ടമാണ്. പിന്നെ അത് കഷ്ടമല്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് വേറെ വിധത്തില് ഇപ്പൊ നമ്മളിപ്പോ പല പല കഷ്ടം സഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാമല്ലോ, ഇപ്പോ ഇന്ന് ഒരാള്, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളി രക്ഷിക്കപ്പെട്ട ശേഷം പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു 500 പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കീറിക്കളഞ്ഞു. എന്താണെന്നറിയോ? താൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാണ്ട് പല പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പൈസ വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോ പുള്ളി മനസാക്ഷി കുത്ത് വന്നു. അപ്പോ നഷ്ടമായിട്ട് സഹിക്കണത്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും കർത്താവിന്റെ നാമത്തിൽ നഷ്ടം സഹിക്കുന്നുണ്ട്. അതാണ് കഷ്ടം സഹിക്കുന്നു പറയുന്നത്. ലോകത്തിന്റെ വഴിക്ക് കഴിഞ്ഞാൽ പല ലാഭമുണ്ട്. ഇത് വലിയ രീതിയിൽ ചിന്തിക്കാതെ ഒരാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദൈവസന്നിധിയിൽ അതിന്റെ കണക്ക് ബോധിക്കാൻ പറ്റും, അല്ലേ? നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. എനിക്ക് കർത്താവിന്റെ വഴിക്ക് പോയി കണ്ടില്ല, പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ലാഭം ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ലാഭം ശാശ്വതമല്ല എന്ന് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. നീതിമാന്റെ അല്പധനം ധനവാന്റെ സമൃദ്ധിയായ ജനത്തേക്കാൾ, അല്ലെങ്കിൽ അനീതിമാന്റെ സമൃദ്ധിയായ ജനത്തേക്കാൾ വിലയേറിയത്. അത് നിലനിൽക്കും. അത് അനുഗ്രഹത്തിന് കാരണമായിട്ട്. ഇന്ന് അങ്ങനെയാണോ? നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നല്ല, നമ്മൾ ഓരോരും ശോധന ചെയ്യേണ്ടതാണ്. അവനെ നമ്മൾ കുറ്റപ്പെടുന്നില്ല, നമ്മൾ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ലോർഡ്സ് ഡേ എന്ന് പറയുന്ന ദിനം, അല്ലേ? അപ്പൊ ഈ കർത്തൃ ദിനം എന്ന് പറയുന്നത് നമ്മള് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ഇതെല്ലാം ഉൾക്കൊണ്ടാണ് നമ്മൾ കൃഷിയിൽ നിൽക്കുന്നത്. ഇതെല്ലാം അറിയുമ്പോഴാണ് ഇത്ര നമുക്ക് മനോഹരമാണ് ഈ പോണത്. ഒരു ചടങ്ങല്ല, എക്കത്തിന് അർത്ഥമുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് സ്വർഗം ഉറ്റുനോക്കുന്നതാണെന്നൊക്കെ മനസ്സിലാകും. സിസ്റ്റം. ഇത് ഒരു ഓടി ജീവിതം വെച്ചിട്ട് ഓടിക്കോടി വിട്ടിട്ട് ഞായറാഴ്ച കടന്നു വന്ന് 2 പാട്ടും പാടി, വേണമെങ്കിൽ 2 അച്ഛനും അല്ലൂലിയും പറഞ്ഞ് നല്ല സുന്ദരമായ പാട്ടൊക്കെ പഠിക്കണം. ചിലപ്പോൾ അതിൻ്റെ പാട്ടുകൂടി ഞാൻ കൈ കടിച്ചു, ഇങ്ങനെ അടിച്ചു. കൈയടി എന്ന് കാണിച്ചിരുന്ന അതുകൊണ്ട് പറയുന്നത് നമ്മുടെ പ്രവർത്തനമാണ് ഈ കൈ കാണിക്കുന്നത്. കൈയടി പഴയ നിയമത്തിൽ കൈയടി കാണിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നല്ല ജീവിതം പറ്റാത്തൊരു അത് മുമ്പോട്ട് വരണം. ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന കാര്യമാണ് ആ കൈയടി കൊണ്ട് പ്രവർത്തനമുള്ള കൈ കാണിക്കുന്നത്. എന്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ആരാധനക്കാട്ടായി മോളോട്ട് ചെല്ലുന്നുണ്ട്. നീ ഇങ്ങനെയുള്ള ജീവിതം നയിച്ചിട്ട് ഈ കൈയടി എന്റെ അടുത്ത് വന്നേക്കണത്. ഇങ്ങനെ നീ തോന്നിയവാദി ചോദിച്ചിട്ട് എന്റെ ആരാധന അല്ലെങ്കിൽ എന്റെ മരണത്തെ പ്രസവിക്കാൻ വന്നു കഴിഞ്ഞാല് നിനക്ക് പിന്നെ എന്താ? ദൈവം അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ബാലശിക്ഷ എന്ന് പറയാം. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഈ ബാലശിക്ഷ എന്ന് പറയുമ്പോഴത്തേന് തീർച്ചയായിട്ടും ഉണ്ടാവും. ബാലശിക്ഷ ഉണ്ടാവും വെച്ചാല് അത് എബ്രായ ലേഖനം 12-7 വാക്യം വായിച്ച്.
നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ആ അപ്പോ നമ്മൾ തോന്നിയോസം ചോദിച്ചു കഴിഞ്ഞാല് രക്ഷിക്കപ്പെട്ടാണെങ്കിൽ ബാലശിക്ഷ വരും. എന്നെനിക്ക് അത് ലോകത്തോട് നമ്മൾ വിധിക്കാതിരിക്കാൻ തക്കവണ്ണം. അത് 1 കൊരിന്ത്യർ 11:32 വാക്യം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 11:32 വായിച്ചു. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക. എന്താ ലോകത്തിലുള്ള വിധി നരകത്തിലുള്ള വിധിയാണ്. അപ്പൊ ഈ ചിലവരുണ്ട്, ഞാൻ ഞായറാഴ്ച നല്ല വിശുദ്ധരല്ല എന്ന് പറഞ്ഞ് ആരാധിക്കാനും വരുന്നില്ലാത്തവരുണ്ട്. ഈ ആരാധിക്കാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് അത് രസമുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയാൽ നീ ലോകത്തിന്റെ കൂടെ വിധിക്കപ്പെടും. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തെ ഓർക്കും. ഓർക്കും. അത് യോഗ്യമായിട്ട് ഓർക്കണമെന്നാണ് പറയുന്നത്. യോഗ്യമായിട്ട് ഇതൊക്കെ നമ്മുടെ ആരാധനക്ക് പ്രതിഫലമുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ടൊരു ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചു കയറില്ലേ? അതിലും അനുഗ്രഹമാണ് നമുക്ക് ആരാധിക്കാൻ യോഗ്യമായി ആരാധിക്കാൻ കിട്ടാൻ പോണത്. നമുക്ക് അറിയുന്നില്ല അത്. നമ്മൾ അറിയുന്നില്ല. ഭയങ്കര വിലയുള്ളതാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവ് ഈ മലയിലോ ആരാധിക്കുന്നവരെ കാണുന്നത് ആ മലയിലോ അല്ല, ജെറുസലേമല്ല. സത്യത്തിൽ ആത്മാവുള്ള ആരാധനയ്ക്ക് വേണ്ടി ഇത് കാക്ഷിക്കുന്നു. എന്നിൽ കൂടെ ഉണ്ടാകാതിരിക്കുന്നതാണ്. അത് വന്നിരിക്കുന്നു. അപ്പൊ കർത്താവിൽ കൂടി നമ്മൾ പിതാവിനെ ആരാധിക്കുമ്പോൾ, ക്രിസ്തു ശരീരം ആരാധിക്കാൻ നേരത്ത് നമ്മുടെ ഈ ആരാധന ലോക സാഹിത്യത്തിനെ ദൈവം കണ്ടതാണ്. നമ്മളിൽ അത് പ്രായോഗികമായപ്പോൾ ദൈവം എന്തോരം സന്തോഷിക്കും നമ്മളിൽ. അപ്പൊ നമുക്ക് ലഭിക്കപ്പോൾ അനുഗ്രഹം എന്താ? ഒരു നല്ലൊരു ആരാധന കഴിക്കാൻ നേരത്ത് ഇത് മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസി ഏറ്റവും വളരെ ശുദ്ധിയോടുകൂടി കർത്തൃമേശ ആചരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മീയ ജീവിതം വളരെ അനുഗ്രഹം. വളരെ അനുഗ്രഹമായി തീരും. അല്ല ഇവിടെ മാത്രമൊന്നുമല്ല, വരുന്ന ലോകത്തിൽ നമുക്ക് നല്ല പൊരുതാസനം എന്ന് പറയും. ഒരു ആരാധന പറഞ്ഞ വിലയുള്ളതാണ്. അതല്ലേ പറയുന്നത്. ഞാൻ പറയല്ല, പഴയ നിയമത്തിലെ എബ്രാഹാമിന്റെ ജീവിതത്തിൽ എവിടെയാണ് വില കൊടുക്കേണ്ടതെന്ന് പറയാം. ആരാധനയാണ്. മകനെ യാഗം കഴിക്കാൻ അവിടെ ആരാധനയിൽ വില കൊടുക്കേണ്ടി വന്നു. എബ്രാഹാം വിശ്വസിച്ചപ്പോൾ രക്ഷ ലഭിച്ചെന്ന് പറയണു വ്യക്തമായിട്ട്. എബ്രാഹാം വിശ്വസിച്ചപ്പോൾ രക്ഷ ലഭിച്ചു. പക്ഷേ ഈ രക്ഷ ലഭിച്ചവനെ തനിക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ തക്കവണ്ണം എന്താ ചെയ്യേണ്ടി വന്നു? താൻ തന്റെ മകനെ യാഗം കഴിക്കേണ്ടി വന്നു. പുതിയ നേരത്തെ യാഗം കഴിച്ചു എന്ന് പറയണത്. കാരണം താൻ യാഗം കഴിച്ചു തന്നെയാണ്. ദൈവം തടുത്തുകൊണ്ട് താൻ കത്തി പൊങ്ങി വീഴാൻ പോയതാണ്. അപ്പൊ പിടിക്കുകയാണ് ദൈവം ഒരാളെ. നമ്മളെന്തായാലും ഈ ഇടുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കാം. അപ്പം ഈ കർത്തൃമേശ ആചരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടൊപ്പം കഷ്ടം അനുഭവിച്ചു വേണം കർത്തൃമേശ ആചരിക്കുവാൻ. അങ്ങനെ ഒരു പശ്ചാത്തലം വേണം. ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു മനോഭാവമെങ്കിലും ഞാൻ എന്റെ കർത്താവിനോട് കഷ്ടാനുഭവം കഴിക്കാൻ. അപ്പൊ ഈ പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് കഷ്ടം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമുക്ക് മീൻസ് ഈ ലോകത്ത് വളരെ ഇതായിട്ട് ജീവിക്കാനൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് ലോക മനുഷ്യരൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദൈവവും ലോകവും എതിരാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രമല്ലേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത് ഈ വിശ്വാസികളുടെ ഇത് വേണ്ടിയിട്ടാണ്. പലപ്പോഴും വിശ്വാസികൾ ഇതൊക്കെ കേട്ട് മയങ്ങിപ്പോയിട്ടാണ് നിൽക്കുന്നത്. ദൈവം ലോകത്തിനെതിരാണ്. ലോക സുഖങ്ങളെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എതിരാണ് ദൈവം, അല്ലെ? അപ്പം അപ്പം നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃമേശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോർഡ് സപ്പർ, ലോർഡ് ടേബിൾ, ലോർഡ്സ് ഡേ എന്ന് പറയുന്നത് ലോകത്തിനെതിരാണ്, അല്ലെ? ലോകം എന്താ ആഗ്രഹിക്കുന്നോ ഇത് ജഡത്തിനെതിരാന്ന് പറഞ്ഞാൽ ജഡത്തിനെതിരാണ്. അതാണ് നമ്മളുടെ ജഡത്തിനെതിരാണ്. അതെ. അപ്പോൾ ലോ എന്ന് പറയുന്നതാണ് നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ നമ്മുടെ ജഡത്തിനെതിരാണ്. ഈ ജഡത്തിനെ നമ്മൾ സപ്രസ് ചെയ്യുമ്പോഴാണ് ആത്മാവ്. ഒരു കാര്യം പറയാ, ഇസ്മായിലിനെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഐസക്കിന് അവിടെ ഇമ്പോർട്ടൻസ് അവകാശമില്ല, കുടുംബാവകാശം കിട്ടില്ല. ഇസ്മായിലാണ് നമ്മുടെ ശരീരം. ഈ ഇസ്മായിലിനെ നമ്മൾ എന്തെന്നോ അടിച്ചമർത്തിയില്ലെങ്കിൽ രണ്ടാമത് ജനിച്ച ഐസക്കാണ് ആത്മീയ മനുഷ്യനെ, ദൈവത്തിന്റെ പുത്രനെ സ്വർഗത്തിലെ അവകാശം കുറയും. ആണ് എന്റെ ഫാക്ട്. അപ്പം ലോർഡ്സ് ടേബിൾ, നമ്മൾ അതുകൊണ്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അത് ഈ പറഞ്ഞതിനെ തന്നെ ഐസക്കും ലോർഡ്സ് ടേബിൾ, ലോർഡ്സ് സപ്പർ എന്നും അല്ലെങ്കിൽ ലോർഡ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിന് ജഡത്തിനെതിരായിരിക്കും. അത് ജഡവും ഇതും എതിരാണ്. അതിനോട് ചെയ്യണ എപ്പോഴും ജഡത്തിന് സപ്രസ് ചെയ്യണം.
പൗലോസ് പറഞ്ഞ അനുദിനം മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത്. അനുദിനം മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ അതാണ് അവിടെ മരണം കാണിക്കണം. ഞാൻ മരിച്ചു എന്നുള്ള പ്രസ്ഥാനം കാണിക്കണം. അവിടെ ക്രിസ്തുവിന്റെ മരണം കാണിക്കുമ്പോഴില്ല, ഞാൻ എന്റെ ശരീരത്തിൽ മരിച്ചു എന്നുള്ള കാര്യവും പ്രസ്താവിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഒരൊറ്റ ചോദ്യം കൂടെ, ലാസ്റ്റ് ഒരു ഡിസ്കഷൻ കൂടെ. ഈസ് ഇറ്റ് റിയലി പോസിബിൾ ഇൻ ടുഡേസ് ലൈഫ്? ഈ ജീവിതം ദൈവം നമ്മൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഇമ്പോസിബിൾ തന്നെയാണ്. പക്ഷേ ഇതിന് സഹായം ലഭിക്കാൻ തക്കോണം പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമുക്ക് എല്ലാം പോസിബിൾ ആണ്. പക്ഷെ നമ്മളിത് പറയണം, എനിക്ക് പറ്റുന്നില്ല കർത്താവ് എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്റെ ബലഹീനത അവന്റെ ബലം എന്നിൽ അധികമാവുന്നു. പക്ഷെ ഞാൻ പറയണം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ രക്ഷിക്കപ്പെടാൻ ചില പറയും വിശ്വസിക്കാൻ പറ്റുന്നത്, സമ്മതിക്കുന്നതിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ദൈവം സത്യം അറിയും. പക്ഷെ അത് വിശ്വാസം ദൈവം തരും. പക്ഷെ നീ സമ്മതിക്കണം, ഇത് പറ്റുന്നില്ലല്ലോ മനുഷ്യൻ. നീ പശ്ചാത്താപിക്ക്. ദൈവം വേറെ ഒന്നും ചോദിക്കുന്നില്ല, പശ്ചാത്താപിക്കുക. നിനക്ക് പറ്റുന്നത് കഴിവുകളാണെന്ന് നീ പറയാ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. രക്ഷ നൽകാനും നൽകാനും. എനിക്ക് പറ്റുന്നില്ല കർത്താവെ, എന്നെ ശക്തീകരിക്കും. കർത്താവ് ശക്തീകരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സുവിശേഷ വേലക്ക് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഞാൻ ആ വേലക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കും. പക്ഷെ എന്തെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ, ഇന്ന് സുവിശേഷന്മാർ പല അടികൊള്ളണം, എല്ലാം ചെയ്യണം. അപ്പൊ നമ്മൾ വളരെയധികം ഭയത്തോടി പോകുന്നത്. അപ്പൊ കർത്താവെ, ഇത് പോകുന്നിടത്ത് എനിക്ക് ഭയമുണ്ടല്ല. എനിക്ക് ഉണ്ടാവും, സാധാ കൊണ്ടുവരും. നീ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് വരാൻ നേരത്തിട്ടില്ല, ഇതെല്ലാം പോകും ഭയം. അതാണ് പറഞ്ഞത്, ഉയരത്തിന് ശക്തിയേൽക്കുന്നവരും നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കും. പരിശുദ്ധാത്മ വന്നപ്പോൾ അതുവരെയും ഭയപ്പെട്ടിരുന്നേണ്ടത് ആ പത്രോസ് പരസ്യമായിട്ട് ഇന്ന് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു. ഇവന്റെ പ്രസംഗം കേട്ടപ്പെട്ടില്ല. ഇവാണോ ആ മുക്കുനായ പത്രോസ്? ഇവനെന്ത് ഭീരുവായിരുന്നു. ഇപ്പൊ ഇവരെന്തോ ശക്തിയോട് പ്രവർത്തിക്കുന്നത്. എവിടെ? പരിശുദ്ധാത്മ വന്നപ്പോ ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനെ പാവങ്ങളേറ്റു പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അറിവിലും ഭയം കൊടുത്തിട്ടില്ല. അവര് പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞു, ശക്തിയോടെ സുവിശേഷം കുറിച്ചെന്ന് പറയുന്നു. അപ്പൊ നമ്മൾക്കിത് ചെയ്യാൻ തക്കവണ്ണം പറ്റണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. അതിനുവേണ്ടിയാണ് കാര്യസ്ഥനെ തന്നിരിക്കുന്നത് കൂട്ടാളിയായിട്ട്. പക്ഷെ അവ നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ സാത്താന് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ കർത്തൃ ദിവസത്തെ മോശപ്പെട്ട രീതിയിലാക്കുക എന്നുള്ളതാണ്. അതായത് വ്യക്തിത്വത്തിൽ ഇതിനെ ഒരു സീരിയസ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊക്കൊണ്ടിരുന്നത് അത്രത്തോളം നല്ലതാണ്. മനുഷ്യന് ഇതിനെ യഥാർത്ഥത്തിൽ അറിയാതെ പൊക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വേറെ തരുന്നുള്ളത് സാത്താൻ നഷ്ടപ്പെട്ടു പോയ തേജസ്സാണ്. മനുഷ്യ കിട്ടാൻ പോകുമ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ള ജലസിയാണ് അവന്. അപ്പൊ അതാണ് അവൻ ചെയ്തത്. ഇന്ന് ചില ആൾക്കാർ എനിക്ക് കിട്ടാത്ത കാര്യമാണ് അവന് കിട്ടിയത്. ഇപ്പൊ പറയല്ല, കായേൻ എന്തിനോ ആയവനെ കൊന്നത്, എനിക്ക് കിട്ടാതെ അവന് കിട്ടി. ശരിയാണ്. അതൊരു അത് ആബേലും തെറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ വ്യവസ്ഥ ചെയ്തു. ഇവൻ വ്യവസ്ഥ നോക്കിയിട്ടില്ല. കർത്താവ് പറയുന്നു, ദൈവം പറയുന്നുണ്ട്, നീ നന്മ ചെയ്തില്ലെങ്കിൽ, അപ്പൊ ഇവ നന്മയാകാതെ കഴിവുണ്ടായിരുന്നു, അവൻ ചെയ്തില്ല, അതുകൊണ്ടൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് അവന് കഴിവില്ലാത്ത കാര്യം ചെയ്യാൻ പറയുമോ? ഒരു പട്ടാളക്കാരനെ ഒരു ഗവൺമെന്റ് പട്ടാളത്തിന് എടുത്തു കഴിഞ്ഞാല് അവർ യുദ്ധത്തിന് അയക്കാൻ നേരത്ത് തോക്ക് കൊടുക്കാതെ വിടുവോ? എല്ലാ സജ്ജീകരണം കൊടുത്തുകൂടെ യുദ്ധം ചെയ്യാൻ പറയാമുള്ളൂ. അല്ലാണ്ട് ഏത് പട്ടാളക്കാരനെ വിടും? തോക്കില്ലാതെ, വേണ്ടതായ ഉടുപ്പില്ലാതെ, ഹെൽമെറ്റ് ഇല്ലാതെ എങ്ങനെ വിടും? ദൈവം ഇതെല്ലാം നൽകുന്നത്. പക്ഷെ നീ അത് ആദ്യം തന്നെ വിധേയപ്പെടുമ്പോൾ ഇതെല്ലാം നൽകും. ദൈവത്തിന്റെ കർത്താവിന്റെ പട്ടാളക്കാരാണെന്ന് ബൈബിൾ പറയുന്നത്. അതെ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പഠിക്കാനായിരുന്നു ഒന്ന് ചിന്തിക്കാനിടയാവും. ചെയ്യുന്ന എന്താണെന്ന്. നമ്മളെ ഇപ്പൊ ഈ ഒരു രണ്ട് സെക്ഷനായിട്ട് നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴത്തേന് കർത്താവിന്റെ മേശ, കർത്താവിന്റെ അത്താഴം, കർത്താവിന്റെ ദിവസം, ഈ 3 കാര്യങ്ങളും നമ്മൾ വളരെ സീരിയസോടു കൂടി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായിട്ടൊരു അവസ്ഥയിലേക്ക് അവന് കൊണ്ടുവരും. ഈ ലോകത്തിൽ അവനൊരു ശിക്ഷകൾ ലഭിക്കുക തന്നെ ചെയ്യും. സ്വർലോകത്തിൽ ചെല്ലുമ്പോഴത്തേന് അവന് പ്രതിഫലവും കുറയും, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ചെയ്തു കഴിഞ്ഞാൽ താൻ രക്ഷിക്കപ്പെടും, എന്നാൽ ലജ്ജിതനായിട്ട്.
കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി ലോകത്തിന്റെ വഴിക്ക് പോയി. അതെ അതെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു. ബൈബിൾ എഴുതിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മരം പുല്ല് വൈക്കോളുള്ളതായ ജീവിതമായിരുന്നു കത്തിപ്പോയി. പൊന്നെ വെള്ളി വിലയേറിയ വിധത്തിലുള്ളതായ വചനപ്രകാരമുള്ള ജീവിതമാണെങ്കിൽ പ്രതിഫലം കിട്ടും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ പോകുന്നതിന് മുമ്പേ നമ്മളൊരു അതുകൊണ്ടാണ് നാം പറയുന്ന ഒരു യഥാസ്ഥാനം ശോധന എന്ന് പറയുന്ന കാര്യം വേണമെന്ന് പറയുന്നത്. അവിടെയാണ് ലോർഡ്സ് ടേബിളിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ? ഇതില്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ അഞ്ജലി ഓരോന്നോരോന്ന് കൂടി ചേർത്ത് കഴിഞ്ഞു. അഞ്ജലി കർത്താവിന്റെ മേശ, കർത്താവിന്റെ അത്താഴം, കർത്താവിന്റെ ദിവസം. ദിവസത്തിൽ അതുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും മനോഹരം. കർത്തു ദിനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ചുരുക്കം പറഞ്ഞാല് കർത്താവിന്റെ ഉയർപ്പിന്റെ ഓർമ്മയിലായിരിക്കണം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. അങ്ങനെയാണ് ഇത് ഈ സിസ്റ്റം വന്നത് അല്ലേ? എന്തൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് സത്യം പറഞ്ഞ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തി. അതിനെന്ന് പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ? നിന്റെ വചനം തേൻകട്ടയിലും മധുരമുണ്ടെന്ന് പറയുന്നതാണ്. നമ്മൾ അതിന്റെ വഴി പോകുന്നതിന് ഒരു പാലുമില്ല. ദൈവം നമ്മളെ സഹായിക്കും. സാത്താനെ നമ്മളെ പേടിപ്പിക്കണം. അവനെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ രക്ഷിക്കപ്പെടുന്നതോട് എനിക്ക് ഭയമായിരുന്നു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സന്തോഷമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത്. ഒരു സിനിമ കണ്ടുകൊണ്ടോ കുറച്ച് വേറെ വല്ലതും ചെയ്തുകൊണ്ടോ ആ നിമിഷത്തിലുണ്ടായി. ഇത് നമുക്ക് എപ്പോഴും സന്തോഷമാണ് ക്രിസ്തുവിന്. അതങ്ങനെയല്ല, ഒരു ഭീതിയാണ്. അയ്യോ പാവം ചെയ്തിട്ട് അത് വഴിയാണ്. എന്നിട്ട് അല്പം എന്തെങ്കിലും ചെയ്തിട്ട് സന്തോഷം, അല്പം നേരത്തേക്കുള്ള സന്തോഷം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നത് പോലും നമ്മുടെ മുമ്പിൽ ഒന്നും അല്ലാത്ത രീതിയിലോട്ട് മാറി. വളരെ അല്ലേ? യഥാർത്ഥത്തിൽ ഈ ഒരു രുചി യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന സിസ്റ്റം യഥാർത്ഥത്തിൽ മനസ്സിലാച്ചാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മരണം പോലും നമുക്കൊന്നുമല്ല. അല്ല, മരണം വലിയ അനുഗ്രഹത്തിൻ്റെതായ വാതിൽ തുറക്കുന്ന പോലെ. അപ്പൊ നമ്മള് ആ വാതിലോട്ട് കടന്നു പോകുമ്പോ സന്തോഷം ഉണ്ടാകണം. വലിയൊരു ബാങ്ക്വറ്റ് നടക്കണം ഒരു ഹാളില്. അപ്പൊ അങ്ങോട്ട് കിടക്കാനുള്ളതായ ആ ഗേറ്റ് കാണുമ്പോ ഉള്ളിലത്തെ കാര്യം നമ്മൾ കാണുന്നത്, അല്ല പുറമേയുള്ള കാര്യമല്ല കാണുന്നത്. അതെ, ഗ്രേറ്റ് തിങ്. ഓക്കെ, അപ്പൊ ഇത്രയും സമയം നമ്മൾ ചെലവഴിച്ചു. ദൈവം ഈ കാര്യം ചിന്തിക്കാൻ തക്കവണ്ണം ഏതായാലും അങ്ങനെ ഒരു ചിന്ത ചോദിക്കാനെല്ലാം റോഷനത് ഇടയായവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരും. താങ്ക് യു.